ഇന്ന് നടന്ന ASM പരീക്ഷയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ASM പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റേജിനെക്കാളും എളുപ്പമായിരുന്നു തോന്നുന്നു. വളരെ എളുപ്പമായിരുന്നു. നമ്മൾ പറഞ്ഞതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ നോക്കിയേ, സ്യൂട്ടബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് ദ ഫ്രൈസ് അല്ലെങ്കിൽ ചൂസ് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നോൺ ടു കംപ്ലീറ്റ് ദ ഫ്രൈസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ആ വാക്കിന്റെ എന്ത് ചെയ്യാൻ ഉചിതമായിട്ടുള്ള കളക്റ്റീവ് നോൺ എഴുതാനാണ്. ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ എന്തൊക്കെ ഓപ്ഷനിലുണ്ട് കുട്ടികളെ? എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമന്റ് ചെയ്യണേ കുട്ടികളെ. നമ്മളിത് നോക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, താമസിച്ചു പോയതാണ്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ആൻസറൊക്കെ നിങ്ങൾ ചെയ്തതും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമുക്കത് വേണ്ട, നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം. എന്താണ് കാര്യം, എങ്ങനെയാണ് വന്നത്, അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം വരുന്ന പരീക്ഷകൾക്ക് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടണം, അതിനു വേണ്ടിയാണ് നോക്കുന്നത്. നമ്മൾ കൂടുതലും റിലേറ്റഡ് ഫാക്ട്സ് ആണ് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻസറിൽ ഉപരി നമ്മൾ ചിലവർക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ളൊരു വിഷമിക്കേണ്ട. അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ശരിയാക്കി എടുക്കാം. നോക്കിയേ, അവിടെ സ്റ്റേഴ്സിന്റെ കളക്റ്റീവ് നോൺ ഏതാണെന്നാണ് കോഡൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഫ്ലൈറ്റ് ആണ്. ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്. ഫ്ലൈറ്റ് ഉയർച്ച എന്ന് ഓർക്കുക. ഫ്ലൈറ്റ് ഉയർന്നു പോവില്ലേ, സ്റ്റേഴ്സ് ഉയർന്നു പോകുന്നു. ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ്. ഓക്കെ, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് പറയാറുണ്ട്, ഫ്ലൈറ്റ് ഓഫ് എയറോപ്ലെയിൻ ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഓക്കെ, സ്യൂട്ട് ഓഫ് ആണെങ്കിൽ നമ്മൾ പഠിച്ചാണ്. കൊല്ലം തുളസിക്ക് എന്ത് റൂം ബുക്ക് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു? സ്യൂട്ട് റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. ആ റൂമിനകത്ത് എന്തുണ്ടായിരുന്നു? ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. കൊല്ലം തുളസി എന്താണെന്ന് പറയില്ല കേട്ടോ. അപ്പൊ സ്യൂട്ട് ഓഫ് ഫർണിച്ചർ എന്നും പറയാം, റൂം എന്നും പറയാം കേട്ടോ. സ്യൂട്ട് ഓഫ് ഫർണിച്ചർ, റൂം. ഫ്ലീറ്റ് ഓഫ് ആണെങ്കിൽ വെഹിക്കിൾസ് ആണ് മക്കളെ. വെഹിക്കിളിന്റെ എല്ലാത്തിന്റെയും കളക്ടറാണ് ഫ്ലീറ്റ് ഓഫ് ആണ്. കാറ്, ബസ്, ലോറി, ഷിപ്പ്, ട്രെയിന്, എയറോപ്ലെയിന് ഒക്കെന്റെയും കളക്ടറാണ് ഫ്ലീറ്റ് ആണ് കേട്ടോ. എന്നാൽ ഈ നമ്മുടെ ബോട്ടിന്റെ ഒക്കെ കളക്ടറാണ് ബോട്ട്. ഷിപ്പിന്റെ ഒക്കെ മറ്റൊരു കളക്ടറാണ് ഫ്ലോട്ടില്ലേ എന്നും പറയും കേട്ടോ. ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് ബോട്ടും ഷിപ്പൊക്കെയാണ് കേട്ടോ. ഷിപ്പിന്റെയും ബോട്ടിന്റെയും മറ്റൊരു കളക്ടറാണ് ഫ്ലോട്ടില്ല. ഈ ഷിപ്പിന്റെ മാത്രമായിട്ട് പറയുമ്പം അർമാഡ ഓഫ് ഷിപ്പ് എന്നും പറയും കേട്ടോ. എന്തെന്ന് പറയും മക്കളെ? അർമാഡ ഓഫ് ഷിപ്പ് എന്നും പറയും കേട്ടോ. ഓക്കെ, മറക്കല്ലേ. പാക്ക് ഓഫ് ആണെങ്കിലാ നമ്മൾ പഠിച്ചു, പാക്കറ്റിലാണ് സിഗരറ്റ് വരുന്നത്, ചീട്ടൊക്കെ വരുന്നത് പാക്കറ്റിലാണ്. പാക്ക് ഓഫ് കാർഡ്, സിഗരറ്റ്. അതുപോലെ വൂൾഫിന്റെയും ഡോഗിന്റെയും കളക്ടറാണ് പാക്കാണ്. പാക്ക് ഓഫ് കാർഡ്, സിഗരറ്റ്, വൂൾഫ്, ഡോഗ് എല്ലാത്തിന്റെയും കളക്ടറാണ് പാക്കാണ്. ഡോഗിന്റെ മറ്റൊരു കളക്ടറാണ് കെന്നൽ. കെന്നൽ ഓഫ് ഡോഗ് എന്ന് പറയും കേട്ടോ. കെന്നൽ ഓഫ് ഡോഗ്. കെന്നൽ എന്ന് പറഞ്ഞാൽ പട്ടിക്കൂടെന്നാണ് കെന്നൽ ഓഫ് ഡോഗ് എന്ന് പറയാറ്. നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്ന A ഓപ്ഷനാണ്. ഓക്കെ, മറക്കല്ലേ. എല്ലാവർക്കും അത് ശരിയായി കാണും. ശരിയുള്ളവരൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്ത് പോണേ. ഒന്നാമത്തത്. അടുത്ത രണ്ടാമത്തെ നോക്കിയേ, ക്വസ്റ്റ്യൻ ടാഗാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യം. ആഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ടു മേക്ക് ഇറ്റ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കട്ടെ, തന്നിരിക്കുന്നതിൽ ഷീ സെൽഡം ഗോസ് ഔട്ട്. സെൽഡം വരുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചു നെഗറ്റീവ് ഏതൊക്കെയാ? നോ, നോട്ട്, നണ്ണ്, നത്തിങ്, നെവർ, നോ വൺ. അതുപോലെ ലിറ്റില്, ഫ്യൂ, സെൽഡം, റയർലി, ബെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി. ഈ വാക്കുകളൊക്കെ വരുന്നത് സെന്റൻസ് നെഗറ്റീവ് ആണ്. ഒരു സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം മക്കളെ? പോസിറ്റീവ് ടാഗ് ആണ് ചെയ്യണം. പോസിറ്റീവ് ടാഗ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക, സബ്ജക്റ്റ് എഴുതുക, അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. കണ്ടാ, ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്. ഓക്സിലറി നോക്കിയപ്പോൾ കണ്ടില്ല. ഗോസ് ആണ് കിടക്കുന്നത്. ഗോസ് എസിൽ അവസാനിക്കുന്നു. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ മെയിൻ വെർബിനനുസരിച്ച് നമുക്ക് ഓക്സിലറി കണ്ടെത്താം. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഡു വെച്ച് ടാഗ് ചെയ്യുക, ഡു വെച്ച് ടാഗ് ചെയ്യുക. വെർബ് എസിൽ അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ ഡസ് വെച്ച് ടാഗ് ചെയ്യുക. വെർബ് V2 ആണെങ്കിൽ ഡിഡ് വെച്ച് ടാഗ് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കി പറഞ്ഞേ, ഗോസ് എസിൽ അവസാനിക്കുന്നു, ഡസ് വെച്ച് ടാഗ് ചെയ്തു, സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ്. ഡസ് എഴുതി, സബ്ജക്റ്റ് എഴുതി, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഡസ് ഏത് വരുന്നു? ഡസ് ഷീ. ഈ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നുണ്ടല്ലേ? ഡസ് ഷീ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, മൂന്നാമത്തത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് പ്രിപ്പോസിഷൻ. ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ എഴുതാനാണ്. രോഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് ലേണിംഗ് ന്യൂ ലാംഗ്വേജ്. കണ്ടല്ലോ, ഇൻട്രസ്റ്റഡ് കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ഇന്നാണ് അവിടെ ഉത്തരം വരുന്നത്. ഇൻട്രസ്റ്റഡ് നമ്മൾ ജെറണ്ടിൽ പഠിച്ച ടോപ്പിക്കാണ്. പ്ലസ് ING നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട? സക്സസ്, അതേപോലെ ഇൻട്രസ്റ്റഡ്. ഇത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറഞ്ഞാൽ
ഇൻ പ്ലസ് ഐ എൻ ജി ചേർക്കണം. ജെറണ്ടി പഠിച്ച ഓർമ്മ ഉണ്ടോ കൂട്ടലെ? ഇൻ പ്ലസ് ഐ എൻ ജി. ഇൻട്രസ്റ്റഡ് കഴിഞ്ഞതാണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഐ എൻ ജി വന്നിട്ടുണ്ട്, ഇന്നും കൂടെ ചേർത്ത് കൊടുക്കാം, ഇന്നുള്ള ഉത്തരം. അതേപോലെ കോൺഫിഡന്റ് ഇതൊക്കെ ജെറണ്ടി പഠിച്ചാണ്. കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ്. നിങ്ങൾ ആ ക്ലാസ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് കണ്ടവരാണെങ്കിൽ മനസ്സിലാവും. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക, നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്ത് ചേർത്ത് പറയുക? കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ് കഴിഞ്ഞാൽ ഓഫ് പ്ലസ് ഐ എൻ ജി, ഓഫ് പ്ലസ് ഐ എൻ ജി എന്ന് പറയും ഇല്ലേ? അതേപോലെ വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. വാക്കുകൾ ഏതൊക്കെയാണ് ഉള്ളേ? വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ 2 പ്ലസ് ഐ എൻ ജി വരുന്നു. പഠിച്ചല്ലേ? 2 പ്ലസ് ഐ എൻ ജി വരുന്നു. അതേപോലെ റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. 3 വാക്കുകൾ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം പ്ലസ് ഐ എൻ ജി ചേർത്ത് പറയുക. എന്ത് ചേർത്ത് പറയുന്നു? ഫ്രം പ്ലസ് ഐ എൻ ജി. അപ്പൊ ഫ്രം പ്ലസ് ഐ എൻ ജി വരുന്ന 3 വാക്കുകളൊക്കെ റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. ഓക്കെ. ഇനി അതേപോലെ ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന്. 3 വാക്കുകൾ. ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓൺ പ്ലസ് ഐ എൻ ജി ചേർത്ത് പറയുക. ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ഐ എൻ ജി. ഓക്കെ, മറക്കൂലല്ലോ. അപ്പോൾ ഓർമ്മയിലൊന്നും ഇരിക്കുക. ഇതാണ് ജെറണ്ടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. പ്രിപ്പോസിഷൻ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഇന്ന് ചേർത്ത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ചോദ്യം. അടുത്ത നോക്കിയേ, പാസീവ് വോയിസ്. എത്ര ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കുട്ടികളെ? നോക്കിയേ, പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് തന്നിരിക്കുന്നതിന് എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ഇൻറ്റു ദി ആക്റ്റീവ് ഇൻറ്റു പാസീവ്. നമുക്ക് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ. നമ്മൾ പഠിച്ചാണ് ഹാസ്, അതുപോലെ ഹാവ്, അതുപോലെ ഹാഡ് വരുന്ന സെൻസിൽ നമ്മൾ എന്തോ നോക്കിയാൽ മതി കുട്ടികളെ? നമുക്ക് ബീൻ പ്ലസ് ഐ എൻ ജി വരുന്ന ഓപ്ഷൻ നോക്കാൻ പറഞ്ഞു. ബീൻ പ്ലസ് ഐ എൻ ജി അല്ല, V3 വരുന്ന ഓപ്ഷൻ. ബീൻ പ്ലസ് V3. ഒന്നാമത്തേൽ നോക്കിയേ ബീൻ ഇല്ല, രണ്ടാമത്തേൽ നോക്കിയേ ബീൻ ഇല്ല. ഇവിടെ ബീൻ പ്ലസ് V3 വന്നിട്ടുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്. ഹാഡാണ് അവിടെ ഓക്സിലറി, ഇതിലും ബീൻ പ്ലസ് V3 വന്നിട്ടുണ്ട്. വ്യത്യാസം എന്താ? ഇവിടെ ഹാസ്, ഇവിടെ ഹാഡ്. നമുക്ക് ചോദ്യത്തിൽ ഏതാണ് കിടക്കുന്നത്? ഹാസ് ആണ് കിടക്കുന്നത്. ഹാഡ് ആക്കണ്ട, കാരണം ഓക്സിലറി മാറ്റണ്ട. അപ്പൊ നമുക്ക് അവിടെ തിറക്കുന്നത് ഏതാണ്ട് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. മനസ്സിലായ? അപ്പൊ നമുക്ക് അതിന്റെ എങ്ങനെ എഴുതാം? ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബീൻ പ്ലസ് V3. ബീൻ പ്ലസ് V3. ഓക്സിലറി ഒന്ന് മാറ്റി കളയില്ല. ഇത് ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, നമ്മൾ പാസ്റ്റ് ആക്കണ്ട, കിടക്കുന്ന ഓക്സിലറി തന്നെ എഴുതിയാം. ഓക്കെ, അപ്പൊ നമുക്ക് സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. അടുത്ത് നോക്കിയാണ് കുട്ടികളെ, വൈഡ് മീൻസ് ഡാഷ്. നമ്മൾ വൈഡ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, വിശാലമായ കാഴ്ച. അതിന് പറയുന്ന സെയിം മീനിങ്. ലോങ് ഉണ്ട്, നാരോ ഉണ്ട്, ഹൈ ഉണ്ട്. ലോങ് എന്ന് പറഞ്ഞാൽ ദൂരമൊന്നാണ്, നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയതാണ്, ഹൈ എന്ന് പറഞ്ഞാൽ ഉയരമൊന്നാണ്, ബ്രോഡ് എന്ന് പറഞ്ഞാൽ വിശാലമൊന്നാണ്. ഏത് വരുന്ന ഡി ഓപ്ഷൻ. കൊച്ചു പിള്ളേർക്ക് വരെ എഴുതാൻ പറ്റുന്ന ചെറിയ ചോദ്യം ഇല്ലേ? ഈ വൈഡ് എന്ത് ചെയ്യുന്നോടെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു ഫോറിൻ വേർഡ് ഉണ്ട് കുട്ടികളെ, പനോരമ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പനോരമ എന്ന് പറഞ്ഞാൽ വൈഡ് സൈറ്റ് എന്നാണ്, വിശാലമായ കാഴ്ച. അതൊരു ഫോറിൻ വേർഡാണ് പനോരമ. ഓർമ്മയിലിരിക്കുക. അടുത്ത് നോക്കിയാണ്ടായി ക്യാൻസൽ എന്നതിൻ്റെ എന്ത് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു? അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിന്റെ ഏത് ഫ്രൈസൽ വെർബ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി വിൽ ക്യാൻസൽ ദ ട്രിപ്പ് ഇഫ് ദ വെദർ ഈസ് ബാഡ്. ക്യാൻസൽ. നമുക്ക് കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു ക്യാൻസൽ. കാൾ ഓൺ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് എ പേഴ്സൺ. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക. ഏതാണ് ഉത്തരം കുട്ടികളെ? കാൾ ഓഫ്. നമ്മൾ കാളൊക്കെ പഠിച്ചത്. കാൾ ഇൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? കാൾ ഇൻ എന്ന് പറഞ്ഞാൽ കാൾ ഇൻ മീൻസ് കാൾ ഇൻസൈഡ്. കാൾ അറ്റ് എന്ന് പറഞ്ഞാലോ? കാൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. കാൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. കാൾ ഓൺ എന്ന് പറഞ്ഞാലോ? വിസിറ്റ് എ പേഴ്സൺ എന്നാണ് കേട്ടോ. കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ. കാൾ ബാക്ക് എന്ന് പറഞ്ഞാലോ? ടു റീകോൾ എന്നാണ് കേട്ടോ. കാൾ ബാക്ക് ടു റീകോൾ എന്നാണ്. ഓക്കെ. ഇനി അതേപോലെ കാൾ ഓഫ് എന്ന് പറഞ്ഞാലോ? ക്യാൻസൽ എന്നാണ്. കാൾ ഓഫ് ക്യാൻസൽ എന്നാണ്. ഓക്കെ. അതേപോലെ കാൾ അപ്പ് എന്ന് പറഞ്ഞാലോ? ടു കാൾ എന്നാണ് കേട്ടോ. കാൾ അപ്പ് ടു കാൾ, നമ്മൾ വിളിക്കുക എന്നൊക്കെ പറയില്ലേ. കാൾ ഓവർ എന്ന് പറഞ്ഞാലോ? കാൾ ഓവർ റീഡ് അലൗഡ് എന്നാണ്. കാൾ ഓവർ റീഡ് അലൗഡ് എന്നാണ്, ഉറക്കെ വായിക്കാം. കാൾ ഫോർ എന്ന് പറഞ്ഞാലോ? ഡിമാൻഡ് എന്നാണ്. കാൾ ഫോർ മീൻസ് ഡിമാൻഡ് എന്നാണ് കേട്ടോ. ഓക്കെ, മറക്കരുത്, പഠിച്ചതാണ്. അടുത്ത് നോക്കിയേ, ആർഗ്യുമെന്റിന്റെ കറക്റ്റ് സ്പെല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർഗ്യുമെന്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. AR
GU ആർഗ്യുമെന്റ് MENT ARGUMENT ആണ് കേട്ടോ. ആർഗ്യുമെന്റ് ആണ് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത നോക്കണോ, ഹൗ തന്നിരിക്കുന്നതിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഹൗ ഡു യു ഫീൽ ദിസ് മോർണിംഗ് ഹി ആസ്ക്ഡ്. ഇപ്പോൾ ഒരു ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കാം? ആസ്ക്ഡ് അല്ലെങ്കിൽ എൻക്വയർഡ് ഉപയോഗിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് എടുത്തെഴുതണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല എങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എഴുതണം. അതായത് ഓക്സിലറി തുടങ്ങുന്നതാണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ എഴുതണം. അതിൻ്റെ സബ്ജക്റ്റ് എഴുതണം. അതിൻ്റെ റിപ്പോർട്ടിംഗ് റൂൾ പാലിക്കണം. റിപ്പോർട്ടിംഗ് റൂൾ പറഞ്ഞാൽ ഓക്സിലറി വെർബിനെ പാസ്റ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ നോക്കണോ, ആസ്ക് അല്ലെങ്കിൽ എൻക്വയർഡ് ഉപയോഗിച്ചു. ഇവിടെ തന്നിരിക്കുന്നതിൽ ഡു വരുന്ന സെൻറ്റൻസ് ആണ്. ഡു അല്ലെങ്കിൽ ഡസ് ഒക്കെ വരുന്ന സെൻറ്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? അതിൻ്റെ റിപ്പോർട്ടിംഗ് റൂൾ എന്താ? V2 ആക്കി കൊടുത്താൽ മതി. V2. ഇപ്പോൾ V2 എന്ന് പറയുന്നത് ഡൂവിനൊക്കെ ഒഴിവാക്കിയ ഫെല്ലിൻ്റെ V2 എന്ന് പറഞ്ഞാൽ ഫെൽറ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കി. ഒന്നാമത്തേൽ ഫെൽറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ ദിസ് മാറ്റമില്ല, ദിസ് തന്നെ കിടക്കുന്നു. ദിസ് ദാറ്റ് ആയിട്ട് മാറിയിട്ടില്ല. രണ്ടാമത്തേൽ ഫീൽ എന്ന് തന്നെ കിടക്കുന്നു, വരില്ല. മൂന്നാമത്തേൽ ഫെൽറ്റ് വന്നിട്ടുണ്ട്, വരാം. ദാറ്റും വന്നിട്ടുണ്ട്, വരാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹി ആസ്ക്ഡ് മീ, അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് മാറ്റി എഴുതിയിട്ടുണ്ട്. ഐ എവിടെ വന്നിട്ടുണ്ട്? മീക്ക് അനുസരിച്ച് ഐ ആയിട്ട് മാറി. ഫെൽ ഡു വരുന്ന സെൻറ്റൻസ് ആയതുകൊണ്ട് V2 ആക്കാൻ പറഞ്ഞു. ഫീലിൻ്റെതാണ് ഫെൽറ്റ് എന്ന് പറയുന്നത്. ദിസ് മോർണിംഗ് ദാറ്റ് മോർണിംഗ് ആയി. അപ്പോൾ നമുക്ക് ഉത്തരം സി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയാണ് കുട്ടികളെ. ചോദ്യം ഇതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്? വേർബ് വെച്ചിട്ട് ഫില്ലപ്പ് ചെയ്യാനാണ്. വെൻ ഹർ മദർ അറൈവ്ഡ് ഇഷ ഡാഷ് ദ ലോണ്ട്രി. കണ്ടല്ലോ, ഫിനിഷ് ആണ് കിടക്കുന്നത്. അതിൽ നമുക്ക് നോക്കണേ, തന്നിരിക്കുന്ന സെൻറ്റൻസിന്റെ ഒരു ഭാഗം V2 ആണെങ്കിൽ അതിന്റെ മറുഭാഗത്ത് ഹാഡ് പ്ലസ് V3 വരാം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് V3 വരാം. നമുക്കിവിടെ വാസ് ഓർ വെയർ പ്ലസ് V3 ഒന്നും ഇല്ല. ഹാഡ് പ്ലസ് V3 ഉണ്ടാ? ദാ കിടക്കുന്നു. ഡി ഓപ്ഷൻ, ഹാഡ് പ്ലസ് V3. ഫസ്റ്റ് ആക്ഷൻ, സെക്കൻഡ് ആക്ഷൻ. സെന്റൻസിന്റെ ഒരു ഭാഗം ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മറുഭാഗത്ത് V3 എന്ത് ചെയ്യുന്നു? സോറി, V2 ഉത്തരമായിട്ട് വരും. ഇനി മറ്റൊരു എന്ത് ചെയ്യുന്നുണ്ട്? ടൈപ്പാണ്, മറ്റൊരു രീതിയാണ്. സെന്റൻസിന്റെ ഒരു ഭാഗം വാസ് ഓർ വെയർ പ്ലസ് ING ആണ് കിടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് V2 അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING വരാം. ഇതും വരാം. ഓക്കെ, ചോദ്യം എളുപ്പമല്ലേ? സത്യം പറഞ്ഞാൽ 10ന് 12 മാർക്ക് വാങ്ങിക്കാം. അമ്മാതിരിയുള്ള ചോദ്യം. നോക്കിയ ചോദ്യം കംപ്ലീറ്റ്. കഴിഞ്ഞ ദിവസം ഇഫ് ക്ലോസ്, കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ ഇഫ് ക്ലോസ് ആണ്. ഇപ്പൊ ചോദിച്ചാൽ അൺലെസ് ആണ്. സെയിം റൂൾ ആണ്, നമ്മൾ പറഞ്ഞതാണ് കുട്ടികളെ. നമുക്ക് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഇഫ് പോസിറ്റീവ് മീനിങ്, അൺലെസ് നെഗറ്റീവ് മീനിങ് ആണ് നിങ്ങൾ പറഞ്ഞത്. സെയിം റൂൾ ആണ്. നമുക്ക് സ്യൂട്ടബിളി അൺലെസ് യു സ്റ്റഡി വെൽ യു ഡാഷ്. കണ്ടല്ല, സോറി, കൊമ ഡാഷ്. സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. മറുഭാഗത്ത് അൺലെസ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതൊക്കെ വരാം? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മീനിങ് ആണ് വരുന്നത്. അൺലെസിന്റെ രണ്ടാമത്തെ റൂളാണ് അൺലെസ് പ്ലസ് V2 അല്ലെങ്കിൽ വാസ് ഓർ വെയർ അല്ലെങ്കിൽ ഡിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. എന്നാൽ മൂന്നാമത്തെ ആണെങ്കിൽ അൺലെസ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഹാഡ് പ്ലസ് V3 ഇഫിന്റെ സെയിം റൂൾ അൺലെസ് ആക്കി പറഞ്ഞാൽ മതി. വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് ഏത് വരുന്നു മക്കളെ? V3 ഉത്തരമായിട്ട് വരും. ഇവിടെ നോക്കടോ, നീ പഠിക്കാത്ത പക്ഷം കണ്ടല്ലോ, വിൽ പാസ്. വില്ല് വന്നിട്ടുണ്ട്, പാസ് V1 വന്നിട്ടുണ്ട്. പക്ഷേ നീ പഠിച്ചില്ലെങ്കിൽ ജയിക്കും എന്ന് പറയുമോ? നെഗറ്റീവ് മീനിങ് ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് വരില്ല. ഒരു പോസിറ്റീവ് മീനിങ് ആണ്. വിൽ നോട്ട് പാസ്, നീ ജയിക്കില്ല, വരും. ഇവിടെ കുഡാണ്, ഇവിടെയും കുഡാണ്, വരില്ല. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ? ബി ഓപ്ഷനോട് ഉത്തരമായിട്ട് വരും. അപ്പൊ കുട്ടികളെ, ഇംഗ്ലീഷിൽ നമുക്ക് 10 മാർക്കാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് കാണുന്നവരെല്ലാവരും 10ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? ഇപ്പൊ നിങ്ങൾ പറയും പരീക്ഷ ഇല്ലാതിരുന്ന കുട്ടികൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങൾക്ക് എത്ര കിട്ടുന്നു? നിങ്ങൾ ചോദ്യങ്ങൾ ഞാൻ വായിക്കുമ്പം നിങ്ങൾ ആദ്യമേ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടും? ഇല്ലാത്തവർക്ക് കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. വളരെ എളുപ്പമായിരുന്നു. 10ന് 10 കിട്ടും. ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ സത്യം വളരെ എളുപ്പമായി പോയി. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിട്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. മാർക്ക് നോക്കാനാണ്. ഓക്കെ, താങ്ക് യു.